2024 പുറത്തിറങ്ങിയ ഇൻഡിപെൻഡന്റ് ഡ്രാമ ജേണറിലുള്ള ഹിന്ദി മൂവിയാണ് ഹ്യൂമൻസ് ഇൻ ദ ലൂപ്പ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നെഹ്മ എന്ന സ്ത്രീ ഒരു AI സ്ഥാപനത്തിലെ ജോലിക്കായുള്ള കമ്പ്യൂട്ടർ ക്യാപ്ചർ ടൈപ്പിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നു. നെഹ്മ പൊറോവോൺ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ആദിവാസി സ്ത്രീയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ എക്സാം പൂർത്തിയാകുമെന്ന് ഇൻവിജിലേറ്ററായ വർക്ക് സൂപ്പർവൈസർ പറയുന്നു. അതിൽ ബോട്ട്, ട്രാഫിക് സിഗ്നൽ തുടങ്ങിയവ കാണുന്നു. അവർ അത് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി മുള്ളൻ പന്നിയുടെ ചിത്രം സെലക്ട് ചെയ്യാൻ വരുന്നു. അവർ പതിയെ തന്റെ കുട്ടിക്കാലത്തേക്ക് പോകുന്നു. എക്സാം ഫിനിഷ് കൊടുക്കാൻ നേരം കംപ്ലീറ്റ് ആകുന്നില്ല. അവർ വെപ്രാളപ്പെട്ട് പൂർത്തിയാക്കാനുള്ളവ നോക്കുന്നു. എന്നാൽ ടൈം കഴിയുന്നു. അവർ എക്സാം ഫെയിൽ ആകുന്നു. നെഹ്മ വിഷമിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ മറ്റൊരു സ്ത്രീ അവിടേക്ക് വരുന്നു. ഞാൻ സൂപ്പർവൈസറോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ എക്സാം സൂപ്പർവൈസറുമായി സംസാരിക്കുന്നു. അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. 10 വയസ്സുള്ള കുട്ടികൾ പോലും ചെയ്യുന്ന കാര്യമാണിതെന്നും വർക്ക് സൂപ്പർവൈസർ പറയുന്നു. അവർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതാണെന്നും അവർക്ക് ഈ ജോലി അത്യാവശ്യമാണെന്നും അവർ ഒരു ദുഃഖിനിയാണെന്നും പറയുന്നു. ഇൻവിജിലേറ്റർ സമ്മതിക്കുന്നു. നെഹ്മ ബസ് കയറി ഫാമിലി കോർട്ടിൽ പോകുന്നു. നിങ്ങൾ ബാക്ക്വേർഡ് കാസ്റ്റും ഭർത്താവ് ഫോർവേഡ് കാസ്റ്റുമാണല്ലേ എന്ന് കൗൺസിലർ നെഹ്മയോട് ചോദിക്കുന്നു. നിങ്ങൾ ദുഃഖു വിവാഹിതരാണെന്നും ഇത് നോർമൽ വിവാഹം അല്ലെന്നും ലിവിംഗ് ടുഗദർ പോലെയാണെന്നും ലീഗൽ മാരേജ് അല്ലെന്നും കൗൺസിലർ പറയുന്നു. നിങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ലാത്തതിനാൽ കുട്ടി ഭർത്താവിന്റെ കൂടെ പോകട്ടെ എന്ന് കൗൺസിലർ പറയുമ്പോൾ അവർ തനിക്ക് ജോലി ലഭിച്ച അപ്പോയിന്റ്മെന്റ് ലെറ്റർ കാണിക്കുന്നു. കൗൺസിലർ കുട്ടിയെ അമ്മയുടെ കൂടെ പോകാൻ അനുവദിക്കുന്നു. അല്ലെങ്കിൽ കോടതിയിൽ പോകാനും ഭർത്താവിനോട് പറയുന്നു. 6 മാസമായി അമ്മയുടെ കൂടെയാണെന്നും ഓരോ തവണ ഞാൻ ഇവിടെ വരുന്നത് എന്റെ ജോലി കളഞ്ഞിട്ടും ലീവ് എടുത്തിട്ടുമാണെന്ന് ഭർത്താവ് പറയുന്നു. ഇത്ര പെട്ടെന്ന് കുട്ടിയെ വേണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആകില്ലേ എന്നും കൗൺസിലർ ചോദിക്കുന്നു. തന്റെ കല്യാണമാണെന്നും മകൾക്ക് തന്റെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നും ഭർത്താവ് പറയുന്നു. കൗൺസിലിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഭാര്യ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്ന് ഭർത്താവിനോട് ചോദിക്കുന്നു. ചേട്ടന്റെ ഭാര്യ നിർബന്ധിച്ചു എന്ന് ഭർത്താവ് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഭാര്യ ചോദിക്കുന്നു. അവർ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. ഭർത്താവ് മൊബൈൽ ഫോൺ മകൾക്ക് കൊടുത്തിട്ട് ഇതിൽ വിളിക്കണമെന്ന് മകളോട് പറയുന്നു. നെഹ്മ മകളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവർ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. ചാപ്റ്റർ 1 ലേൺ ലൈക്ക് എ ചൈൽഡ്. 2 കുട്ടികൾ വയലിലൂടെയും പറമ്പിലൂടെയും നടക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞതായി പെൺകുട്ടി ആൺകുട്ടിയോട് പറയുന്നു. അവർ ഒരു ഗുഹയിൽ കയറുന്നു. നമ്മുടെ പൂർവികർ അവിടെ താമസിക്കുന്ന ജീവികളുടെ ചിത്രം അതിൽ വരച്ചു വെക്കാറുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പെൺകുട്ടി പറയുന്നു. നെഹ്മയും മകളും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. എന്നിട്ട് പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. സൂപ്പർവൈസർ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് എല്ലാവരും മറുപടി പറയുന്നു. അവിടെ ജോലി ചെയ്യുന്ന മറ്റു സ്ത്രീകൾ മോണിറ്ററിൽ കാണുന്ന ഇമേജസിന് പേരുകൾ ലേബൽ ചെയ്യുന്നു. അതിൽ ഒരു ഇമേജ് മഞ്ഞളാണോ അതോ ഇഞ്ചിയാണോ എന്ന് അതിലൊരാൾക്ക് സംശയം വരുമ്പോൾ സൂപ്പർവൈസർ അങ്ങോട്ടേക്ക് വരുന്നു. അവർക്കും അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നപ്പോൾ നെഹ്മ അത് മഞ്ഞളാണെന്ന് പറയുന്നു. ഇഞ്ചിക്ക് ചെറിയ മുകളങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. സൂപ്പർവൈസർ സന്തോഷത്തോടെ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞിനെ പോലെയാണെന്നും അതിന് കറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നും പറയുന്നു. ഇമേജസ് എന്താണെന്ന് നമ്മൾ ലേബൽ ചെയ്യുകയാണ് ഇപ്പോഴത്തെ പ്രോജക്റ്റ് എന്നും പറയുന്നു. അടുത്തതായി സ്കെലിറ്റൻ ലേബലിംഗ് കാണിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഔട്ട്ലൈൻ വരച്ച് അത് AI ഇടുമ്പോൾ അത് നടക്കാൻ തുടങ്ങും. ആദ്യം അത് ഓടാനും കളിക്കാനും ഒക്കെ തുടങ്ങി പതിയെ നടക്കും എന്നും അവർ പറയുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. എല്ലാ ആഴ്ചയും പ്രോജക്ട് റിവ്യൂ ഉണ്ടായിരിക്കുമെന്നും അവർ പറയുന്നു. നെഹ്മ മോണിറ്ററിൽ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. മകൾ ധാനു ഫോണിൽ അച്ഛനെ വിളിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നു. എനിക്ക് ഇവിടെ ഇഷ്ടമല്ലെന്നും ഫോൺ ചെയ്യണമെങ്കിൽ ഒരുപാട് ദൂരെ വരണമെന്നും പിന്നെ അമ്മ രാവിലെ ഞങ്ങളെ കാട്ടിൽ കൊണ്ടുപോകുമെന്നും മകൾ പറയുന്നു. സ്കൂളിൽ പോകുന്ന കാര്യം എന്തായെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് അമ്മ പറഞ്ഞതായി ധാനു പറയുന്നു. നെഹ്മ തിരികെ വീട്ടിലെത്തുന്നു. തൊട്ടിലിൽ കിടക്കുകയായിരുന്ന ഇളയ മകൻ ഗുണ്ടു തൊട്ടിലിൽ നിന്നും വീഴാൻ പോകുന്നു. അവർ അവനെ എടുത്ത് തറയിൽ കിടത്തുന്നു. ദേഷ്യത്തോടെ മകളെ വിളിക്കുന്നു. അമ്മയുടെ വിളി കേട്ട് ധാനു അങ്ങോട്ടേക്ക് വരുന്നു. എവിടെ പോയി കിടക്കുകയാണെന്നും കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ എന്നും ധാനുവിനോട് നെഹ്മ പറയുന്നു. ജോലിക്ക് പോകാതിരുന്നാൽ പോരെ എന്ന് ധാനു തിരിച്ചു ചോദിക്കുന്നു. ധാനു തിരികെ ഗുണ്ടുവിന്റെ അടുത്ത് വന്നപ്പോൾ ഗുണ്ടു പതിയെ ഭിത്തിയിൽ പിടിച്ചെഴുന്നേൽക്കുന്നു. ഗുണ്ടു നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കുന്നു. അവർ സന്തോഷത്തോടെ ഗുണ്ടുവിനെ നടക്കാൻ പഠിപ്പിക്കുന്നു. നെഹ്മ വരച്ച ലേബലിംഗ് ഓഫീസറുടെ കയ്യിൽ കൊടുക്കുന്നു. അരമണിക്കൂർ മുന്നേ തീർത്തു എന്ന് ചോദിച്ചിട്ട് അവർ USB കണക്ട് ചെയ്യുന്നു. AI ഫിഗർ പെട്ടെന്ന് തന്നെ നടക്കുന്നു. പെർഫെക്റ്റ് വർക്കാണെന്ന് സൂപ്പർവൈസർ പറയുന്നു. നെഹ്മയ്ക്ക് സന്തോഷമാകുന്നു. അടുത്ത ദിവസം രാവിലെ നെഹ്മയും മകൾ ധാനുവും മകൻ ഗുണ്ടുവുമായി കാട്ടിലേക്ക് പോകുന്നു. അവർ മധുരക്കിഴങ്ങ് പറിച്ചെടുക്കുന്നു. മധുരക്കിഴങ്ങ് മണ്ണിന് സമാന്തരമായി പറിച്ചെടുക്കണം. മറ്റുള്ള ചെടികളുടെ വേരുകൾ നശിപ്പിക്കാൻ പാടില്ല എന്നും അതിനുശേഷം കുഴി മണ്ണിട്ട് മൂടണം. അതിലുള്ള സൂക്ഷ്മജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും പറയുന്നു. കല്ലിലെ പായലിൽ മകളുടെ കൈ വെപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെന്നും നമ്മൾ ശ്വസിക്കുന്നത് ഇത് കാരണമാണെന്നും നെഹ്മ പറയുന്നു. മുന്നോട്ട് പോകുമ്പോൾ മകൾ അമ്മയുടെ കൂടെ കാട്ടിൽ വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇത്ര നാൾ ഇല്ലാത്ത പുതിയ ശീലം എന്തിനാണെന്ന് ചോദിക്കുന്നു. ഇവിടെ ഇഷ്ടമല്ല എന്നും പട്ടണത്തിലേക്ക് പോകണമെന്നും ധാനു പറയുന്നു. അമ്മ എന്നോട് ഇവിടെ ജീവിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നും അച്ഛൻ അങ്ങനെയായിരിക്കും, പക്ഷേ എന്നെ ഒരിക്കലും മരുന്ന് കൊടുത്ത് ഉറക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ധാനു അവിടെ നിന്ന് പോകുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നെഹ്മ ഫോട്ടോ നോക്കി കിടക്കുന്നു. കുട്ടിക്കാലത്ത് കല്ലിൽ ചെവി വെച്ച് കിടക്കുന്ന പെൺകുട്ടിയോട് സുഹൃത്ത് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി പറയുന്നു. ചാപ്റ്റർ 2 എ ചൈൽഡ് മോൾഡ് ലൈക്ക് എ ക്ലേ. ധാനുവിനെ പുതിയ സ്കൂളിൽ ചേർക്കുന്നു. ധാനു ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികളെല്ലാം നിലത്ത് പായ വിരിച്ച് അതിൽ ഇരിക്കുന്നത് കാണുന്നു. കുട്ടികളെല്ലാം ധാനുവിനെ അത്ഭുതത്തോടെ നോക്കുന്നു. ധാനു അവിടെ തറയിൽ പായയിൽ ഇരിക്കുന്നു. പുറത്തു വെച്ച് നെഹ്മ തന്റെ പഴയ സുഹൃത്ത് റോഷനെ കാണുന്നു. അയാൾ ആ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. റാഞ്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നോ എന്ന് റോഷൻ ചോദിക്കുമ്പോൾ മകളെ ഇവിടെ ചേർത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് നെഹ്മ പറയുന്നു. ധാനു ചേർന്ന ക്ലാസ് തന്റെയാണെന്ന് അയാൾ പറയുന്നു. നെഹ്മയുടെ ഓഫീസിൽ അഗ്രികൾച്ചർ AI കുറിച്ച് പഠിപ്പിക്കുന്നു. കീടങ്ങളെയും കളകളെയും ലേബൽ ചെയ്യുന്നതാണ് പ്രോജക്ട്. നമ്മൾ നൽകുന്ന വിവരങ്ങൾ AI ഡ്രിവൺ മെഷീനിൽ കൊടുക്കുമ്പോൾ അത് കീടങ്ങളെ മാത്രം തിരഞ്ഞു കൊല്ലുന്നു. പുഴുവിന്റെ ചിത്രം കീടം എന്ന് ലേബൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നെഹ്മ എതിർത്ത് സംശയം ചോദിക്കുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞ് സംസാരിക്കാമെന്ന്
സൂപ്പർവൈസർ പറയുന്നു. ക്ലാസ്സിലെ കുട്ടികൾ എല്ലാം കളിക്കുമ്പോൾ ധാനു ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട അധ്യാപകൻ ആരെങ്കിലും ധാനുവിന് ജോഡിയായി പോകാൻ പറയുന്നു. ഒരു പെൺകുട്ടി അതിന് തയ്യാറാകുന്നു. അവർ കൈകൾ കോർത്ത് കറങ്ങുന്നു. സ്കൂൾ കഴിച്ച ശേഷം പെൺകുട്ടി ധാനുവിനെ ഗ്രാമവും കാടും കാണിക്കുന്നു. അവിടെയുള്ള ഒരു മരത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ പരമ്പരാഗത മരമാണെന്നും പറയുന്നു. കാടും കിളികൾ പറക്കുന്നതും എല്ലാം ധാനു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. ഇനിയും നിനക്ക് പട്ടണത്തിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നു. വീക്ക്ലി റിവ്യൂവിൽ തെറ്റായി ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് ക്ലൈന്റ് പറയുന്നു. സൂപ്പർവൈസർ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് നെഹ്മയെ വിളിക്കുന്നു. പുഴുവിനെ പെസ്റ്റ് എന്ന് ലേബൽ ചെയ്യാത്തതിനെ ഓഫീസർ ചോദ്യം ചെയ്യുന്നു. പുഴു കീടമല്ലെന്നും അത് ചെടിയെ നശിപ്പിക്കുന്നില്ലെന്നും നെഹ്മ പറയുന്നു. അത് താൻ പ്രസന്റേഷൻ ടൈമിൽ തന്നെ പറയാൻ തുടങ്ങിയതാണെന്ന് നെഹ്മ പറയുന്നു. ക്ലൈന്റ് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സൂപ്പർവൈസർ നെഹ്മയെ വഴക്ക് പറയുന്നു. മകനെ ഓഫീസിൽ കൊണ്ടുവരാൻ ആരാണ് പറഞ്ഞതെന്നും അവർ ചോദിക്കുന്നു. ധാനുവിനെ തന്റെ പുതിയ സുഹൃത്ത് മാലതിയുടെ കൂടെ കണ്ട മാലതിയുടെ ചേച്ചി വഴക്ക് പറയുന്നു. അവൾ ഒരു ദുഃഖിനിയുടെ മകളാണെന്നും അവളുടെ കൂടെ കൂട്ടുകൂടിയാൽ നീയും അങ്ങനെയാകുമെന്നും അവളോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട് മാലതിയോട് തന്റെ കൂടെ വരാൻ വിളിക്കുന്നു. ധാനുവിന് വഴി അറിയില്ല എന്ന് മാലതി പറയുമ്പോൾ നമ്മുടെ കൂടെ വരാൻ അവളോട് പറയാൻ ചേച്ചി പറയുന്നു. ധാനുവിനെ അവളുടെ വീട്ടിലാക്കാമെന്നും ചേച്ചി പറയുന്നു. ധാനു തിരികെ വീട്ടിൽ വരുമ്പോൾ അമ്മയും അധ്യാപകനും കൂടി ഗുണ്ടുവിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. ദേഷ്യപ്പെട്ട് ധാനു ടോയ്ലറ്റിൽ കയറി കഥ കടയ്ക്കുന്നു. ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുന്നു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അമ്മ കഥകിൽ തട്ടി വിളിക്കുന്നു. ധാനു കഥവ് തുറക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ നെഹ്മ ഓഫീസിലേക്ക് പോകാൻ നേരം ധാനുവിനോട് യാത്ര പറഞ്ഞു പോകുന്നു. അമ്മ പോയ ഉടനെ ധാനു ഗുണ്ടുവിനെ എടുത്ത് പെട്ടിയും എടുത്ത് റാഞ്ചിയിലേക്ക് പോകാൻ ഇറങ്ങുന്നു. കാട്ടിലൂടെയാണ് യാത്ര. മൊബൈലിൽ മാപ്പ് നോക്കിയാണ് പോകുന്നത്. കാട്ടിനുള്ളിൽ കയറിയപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. അവൾ ഗുണ്ടുവിനെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് പെട്ടിയും അവിടെ വെച്ച് പാറയുടെ പുറത്ത് കയറി റേഞ്ച് നോക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു മുള്ളൻ പന്നി വരുന്നു. അത് ഗുണ്ടുവിന്റെ അടുത്തേക്ക് വരുന്നു. ഗുണ്ടുവിന്റെ കരച്ചിൽ കേട്ട് ധാനു അങ്ങോട്ടേക്ക് വന്നപ്പോൾ അത് അവിടെ നിന്നും ഓടിപ്പോകുന്നു. എന്താണ് അതെന്ന് ധാനു അതിശയത്തോടെ നോക്കുന്നു. തറയിൽ വീണ് കിടക്കുന്ന മുള്ളെടുത്ത് നോക്കുന്നു. മുള്ളൻ പന്നി വന്ന വഴിയിൽ മുള്ളുകൾ കിടക്കുന്നത് കാണുന്നു. രാത്രി നെഹ്മയും അധ്യാപകരും നാട്ടുകാരും കൂടി ധാനുവിനെയും ഗുണ്ടുവിനെയും തിരക്കി നടക്കുന്നു. ഒടുവിൽ വഴിയിൽ വെച്ച് ധാനുവിനെ കാണുന്നു. നീ ഗ്രാമം വിട്ടു പോകാൻ തുടങ്ങിയതാണോ എന്ന് ചോദിച്ച് ധാനുവിനെ നെഹ്മ വഴക്ക് പറയുന്നു. ഗുണ്ടുവിനെയും കൊണ്ട് പോകാൻ എന്ത് ധൈര്യമുണ്ടെന്ന് നെഹ്മ ചോദിക്കുന്നു. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഗുണ്ടുവിനെ കൊണ്ട് പോകണ്ട എന്ന് പറയുന്നു. അച്ഛന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. എന്തിനാണ് ഞാൻ ഗ്രാമം വിട്ടു പോകുന്നതെന്ന് ചോദിക്കാത്തത് എന്താണെന്ന് ധാനു പറയുമ്പോൾ അച്ഛന്റെ വാക്ക് കേട്ട് പോവുകയാണെന്ന് നെഹ്മ പറയുന്നു. അപ്പോൾ അച്ഛൻ എന്നെ ഗുളിക തന്നു ഉറക്കാറില്ല എന്ന് ധാനു പറയുന്നു. നെഹ്മ ധാനുവിനെ അടിക്കുന്നു. ദേഷ്യപ്പെട്ട് ജീപ്പിലേക്ക് ഗുണ്ടുവുമായി പോകുന്നു. അധ്യാപകൻ ധാനുവിനെ സമാധാനിപ്പിച്ച് ജീപ്പിൽ കയറ്റി വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകുന്നു. ചാപ്റ്റർ 3 ചൈൽഡ് ആൻഡ് ബയാസ്. അടുത്ത ദിവസം നെഹ്മ ജോലിക്ക് പോയിട്ട് വീട്ടിൽ പോകാതെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. സൂപ്പർവൈസർ അടുത്തു വന്ന് എന്താണെന്ന് ചോദിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് AI ക്യാരക്ടർ ക്രിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നെഹ്മയുടെ ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ജാർഖണ്ഡ് ബ്യൂട്ടിഫുൾ ട്രൈബൽ വുമൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വിദേശികളായ സ്ത്രീകളുടെ ചിത്രം വരുന്നു. എത്ര ശ്രമിച്ചിട്ടും കറക്റ്റായ ഇമേജ് വരുന്നില്ല. നെഹ്മ വിഷമത്തോടെ കരയുന്നു. AI കുട്ടികളെ പോലെയാണെന്നും അതിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡേറ്റ നോക്കിയാണ് അത് പ്രോസസ് ചെയ്യുന്നതെന്നും സൂപ്പർവൈസർ പറയുന്നു. ധാനുവിന്റെ ഫോണിൽ അച്ഛൻ വിളിക്കുന്നു. നെഹ്മ കോൾ എടുക്കുന്നു. ധാനുവിന്റെ ഫോൺ എന്തിനാണ് നീ കൊണ്ടുപോകുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ വിളിക്കാൻ ധാനുവിനോട് പറയാൻ പറയുന്നു. മാലതി ധാനുവിന്റെ അടുത്ത് വന്ന് എന്താണ് സ്കൂളിൽ വരാത്തതെന്ന് ചോദിക്കുന്നു. എന്നോട് പിണക്കമാണോ എന്നും അതോ എന്റെ ചേച്ചി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ എന്നും ചോദിക്കുന്നു. നീ കാട്ടിൽ കുടുങ്ങിപ്പോയെന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ധാനു മുള്ളൻ പന്നിയുടെ മുള്ളു കാണിക്കുന്നു. അമ്മ തന്നതാണോ എന്ന് കൂട്ടുകാരി ചോദിക്കുന്നു. അതെന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ആ കഥ അറിയില്ലേ എന്ന് മാലതി ചോദിക്കുന്നു. നിന്റെ അമ്മ കുട്ടിയായിരുന്നപ്പോൾ ഒരു മുള്ളൻ പന്നിയെ കൂട്ടിന് കിട്ടിയിരുന്നു. അവർ തമ്മിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുമായിരുന്നു എന്ന് കൂട്ടുകാരി പറയുന്നു. നെഹ്മ ജാർഖണ്ഡ് ട്രൈബൽ സ്ത്രീകളുടെ ഫോട്ടോ ലേബൽ ചെയ്ത് ഓഫീസർക്ക് കൊടുക്കുന്നു. അവർ അത് AI ക്യാരക്ടർ ക്രിയേഷനിൽ ഇടുമ്പോൾ അതിൽ നെഹ്മയുടെ ചിത്രം പോലെ ഉള്ളത് കാണുന്നു. നെഹ്മ ധാനുവിന്റെ ഫോൺ പരിശോധിക്കുന്നു. അതിൽ അച്ഛനുമായുള്ള ചാറ്റുകൾ പരിശോധിക്കുന്നു. പുതിയൊരു സുഹൃത്തിനെ കിട്ടിയതായി ചാറ്റിൽ പറയുന്നു. മാലതി എന്നാണ് അവളുടെ പേരെന്നും അതിൽ പറയുന്നു. നെഹ്മ തിരികെ വീട്ടിലെത്തുമ്പോൾ അവിടെ ധാനുവിനെയും ഗുണ്ടുവിനെയും കാണുന്നില്ല. അവർ അന്വേഷിച്ച് കാട്ടിൽ പോകുന്നു. അവിടെ പുഴയുടെ അടുത്ത് ധാനു ഗുണ്ടുവിനെ പുറത്തു തൂക്കി ഇട്ടുകൊണ്ട് ഇരിക്കുന്നു. അമ്മ അവിടെ വന്നിരിക്കുന്നു. അച്ഛന്റെ ഫോൺ വരുന്നു. അമ്മ അത് ധാനുവിന് കൊടുക്കുന്നു. മോൾ അവിടെ കാട്ടിൽ കുടുങ്ങി എന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞു എന്ന് അച്ഛൻ പറയുന്നു. നാളെ ഞാൻ അങ്ങോട്ട് വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറയുന്നു. ഇപ്പൊ വേണ്ടെന്ന് ധാനു പറയുന്നു. നഗരത്തിലേക്ക് വരണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്യുന്നു. ധാനു ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു. അവർ പരസ്പരം നോക്കി കരയുന്നു. അവിടെ നിന്ന് ഇത് കാണുകയായിരുന്ന മുള്ളൻ പന്നി പെതുക്കെ അവിടെ നിന്നും പോകുന്നു. ജാർഖണ്ഡിലെ സ്ത്രീകൾക്കും AI ലേബലിംഗ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ചിത്രം സമർപ്പിക്കുന്നു. ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം, മേൽനോട്ടം അല്ലെങ്കിൽ തീരുമാനമെടുക്കൽ എന്നിവയിൽ മനുഷ്യൻ സജീവമായി പങ്കെടുക്കുന്ന ഒരു സിസ്റ്റത്തെയോ പ്രക്രിയയോ ആണ് ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് എന്ന് പറയുന്നത്. AI-യുടെ പശ്ചാത്തലത്തിൽ കൃത്യത, സുരക്ഷ, ഉത്തരവാദിത്തം അല്ലെങ്കിൽ ധാർമ്മികത, തീരുമാനമെടുക്കൽ എന്നിവ ഉറപ്പാക്കാൻ AI വർക്ക്ഫ്ലോയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ മനുഷ്യൻ ഉൾപ്പെടുത്തുന്നതിനെയാണ് HITL അഥവാ ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് സമീപ വർഷങ്ങളിൽ അത്ഭുതകരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നൂതനമായ ആഴത്തിലുള്ള പഠന മോഡലുകൾ പോലും അവയുടെ പരിശീലന ഡാറ്റയിൽ നിന്ന് വ്യതിചലിക്കുന്ന അവ്യക്തത, പക്ഷാപാതം അല്ലെങ്കിൽ അപ്രാപ്യമായ കേസുകൾ എന്നിവയുമായി പൊരുതുന്നു. മോഡലുകൾ മെച്ചപ്പെടുത്താൻ മനുഷ്യന്റെ ഫീഡ്ബാക്ക് സഹായിക്കുകയും AI സിസ്റ്റങ്ങൾ അപര്യാപ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുകയും ചെയ്യും. AI സിസ്റ്റങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിന്റെയും തുടർച്ചയായ ചക്രമായ ലൂപ്പിലേക്ക് മനുഷ്യന്റെ ഉൾക്കാഴ്ച HITL അഥവാ AI-യെ കുറിച്ചുള്ള ഒരു സാമൂഹിക കഥയായി ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് നമ്മെ യന്ത്രങ്ങളിലേക്കല്ല മനുഷ്യരിലേക്കാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. തദ്ദേശീയ സ്ത്രീകളുടെ നിശബ്ദമായ അധ്വാനവും അമ്മയും മകളും തമ്മിലുള്ള
തമ്മിലുള്ള സൂക്ഷ്മമായ ബന്ധവും ചേർത്ത് ഈ ചിത്രം ഒരു സാങ്കേതിക ചർച്ചയെ മനുഷ്യാനുഭവമായി മാറ്റുന്നു. AI-യുടെ ധാർമ്മികതയെ ജാതി, ലിംഗഭേദം, ഭൂമിശാസ്ത്രം എന്നിവയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഓരോ അൽഗോരിതത്തിന്റെയും പിന്നിൽ ഒരു മനുഷ്യ കഥയുണ്ട്. നമ്മൾ ബുദ്ധിശക്തി എന്ന് വിളിക്കുന്നതെന്തും ഇത് കൃത്രിമമായാലും അല്ലാതെയായാലും അതിനെ രൂപപ്പെടുത്തിയ മനുഷ്യരുടെ അടയാളങ്ങൾ വഹിക്കുന്നു. അവർ അദൃശ്യരാകുമ്പോൾ, അംഗീകാരം ലഭിക്കാത്തവരാകുമ്പോൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരാകുമ്പോൾ ആ അഭാവം തന്നെ സിസ്റ്റത്തിലൂടെയും വീണ്ടും വീണ്ടും പ്രതിഫലിക്കുന്നു. സാങ്കേതികതയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സൃഷ്ടിച്ച മനുഷ്യരെ നമ്മൾ മറക്കുകയാണോ എന്ന വളരെ ലളിതവും ആഴവുമായ ചോദ്യമാണ് ഈ ചിത്രം നമ്മളോട് ചോദിക്കുന്നത്. മനുഷ്യന്റെ മേൽനോട്ടത്തിന്റെ കൃത്യത, സൂക്ഷ്മത, ധാർമ്മിക ന്യായവാദം എന്നിവ നഷ്ടപ്പെടാതെ AI സിസ്റ്റങ്ങൾക്ക് ഓട്ടോമേഷന്റെ കാര്യക്ഷമത കൈവരിക്കാൻ അനുവദിക്കുക എന്നതാണ് HITLന്റെ ലക്ഷ്യം. ആരണ്യ സഹായ് ആണ് ചിത്രത്തിന്റെ റൈറ്റർ ഡയറക്ടർ. മതിവാനൻ രാജേന്ദ്രൻ, ശില്പ കുമാർ, ശരാബി രവിചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. സൊണാൽ മധുശങ്കർ, റിധിമ സിംഗ്, ഗീത ഗുഹ, അനുരാഗ് ലഗൂൺ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഹർഷിത് സൈനി, മോണിക്ക തിവാരി എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സ്റ്റോറി കൾച്ചർ, മ്യൂസിയം ഓഫ് ഇമാജിനറി ഫ്യൂച്ചേഴ്സ്, SAUV ഫിലിംസ് എന്നിവയാണ് നിർമ്മാണ കമ്പനികൾ. ചിത്രത്തിന് ഇൻഡിപെൻഡന്റ് ഗ്ലോബ് വിതരണ ഗ്രാന്റ് ലഭിച്ചിരുന്നു. 2025 സെപ്റ്റംബർ 5 ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പരിമിതമായ സ്ക്രീനുകളിൽ മാത്രമാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. 2025 MAMAയിലും ഒക്ടോബർ 31 ആഗോളതലത്തിൽ നെറ്റ്ഫ്ലിക്സിലും ചിത്രം പ്രദർശിപ്പിച്ചു. 2025 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഫിപ്രിക്സി അവാർഡ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രവുമായി പങ്കിട്ടു. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചലസിൽ ഈ ചിത്രത്തിന് അരങ്ങേറ്റ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചു. 2025 സെലിബ്രേറ്റിംഗ് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് ലഭിച്ചു. ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവൽ, 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, സിനിവേസ്റ്റർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, 2024 ഡയലോഗ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, 2024 ഭുവനേശ്വർ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ചലച്ചിത്രമേളകളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചു. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചിത്രം കാണാത്തവർക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിവരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം.